ഹായ് ഓൾ. സോ എല്ലാവരും GIB ഒക്കെ നല്ല അടിപൊളി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുവഴി റെഫർ ചെയ്ത് സൊല്യൂഷൻസ് നോക്കാവുന്നതാണ്. സൊല്യൂഷൻസ് അല്ലാതെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് A ക്രോസ് B ആൻഡ് B ക്രോസ് A ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. A ക്രോസ് Bയുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിൽ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ, ഇത് തീറ്റയാണെങ്കിൽ A ക്രോസ് B എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് മുമ്പോട്ട്. B ക്രോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ 4 വിരലുകൾ ചുരുട്ടാൻ. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മുടെ തമ്പ് വരുന്നത് താഴേക്കാണ്. ഇതാണ് A ക്രോസ് Bയുടെ പ്രൊഡക്റ്റ് വരിക, ഇത് B ക്രോസ് Aയുടെ പ്രൊഡക്റ്റും വരിക. അപ്പോൾ ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴേക്കുമാണ്. ദാറ്റ് മീൻസ് ആംഗിൾ ഈസ് പൈ റേഡിയൻ. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻ എ സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഫോഴ്സ്, ആക്സലറേഷൻ, ടൈം ആർ ടേക്കൺ ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡയമെൻഷൻ ഓഫ് എനർജി എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ml² T⁻² ആണ്. ഓപ്ഷൻ എലിമിനേഷൻ ആണ് എളുപ്പം, മറ്റേ മെത്തേഡ് ചെയ്യണമെന്നില്ല. ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് ഇത് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയിട്ട് ഇവിടെ ഓരോരുത്തരുടെ ഡയമെൻഷൻ ഇട്ട് കൊടുത്തിട്ട് ഇത് എനർജിയുടെ ഡയമെൻഷൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ml T⁻² ഫോഴ്സ് ആണ്. ആക്സിലറേഷൻ്റെ സ്ക്വയർ, അപ്പോൾ L² T⁻4 × T എന്ന് വരും. ഇത് ചെയ്താൽ എന്തായാലും ഇത് കിട്ടത്തില്ല. നമുക്കിനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, FAT². സെക്കൻഡ് ഓപ്ഷനിൽ എനിക്ക് നോക്കാം ml T⁻², ആക്സിലറേഷൻ LT⁻² × T². ഇതും വെട്ടിക്കളഞ്ഞാൽ എനിക്ക് ml² T⁻² എന്ന് കിട്ടും. അത് എനർജിയുടെ തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ x = K A⁻m × T⁻n. എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ കൊടുക്കാം. എക്സിൻ്റെ ഡയമെൻഷൻ L ആണ്, കെയ്ക്ക് ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റന്റ് ആണ്. A ആക്സിലറേഷൻ ആയതുകൊണ്ട് LT⁻², ദ ഹോൾ റേസ് ടു m T⁻n എന്ന് വരും. or L = L⁻m T⁻²m T⁻n എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ എനിക്ക് കമ്പയർ ചെയ്യുമ്പം L = L⁻m T⁻²m T⁻n എന്നാണ് ശരിക്കും ഇവിടെ വരിക. അപ്പോൾ നമുക്കിനിയിപ്പം കമ്പയർ ചെയ്ത് കാര്യങ്ങൾ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ എല്ലിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. എല്ലിൻ്റെ കോഎഫിഷ്യൻസ് ഞാൻ പറയാം m = 1 എന്ന് കിട്ടും. ടിയുടെ -2m + n = 0 എന്ന് എഴുതാം. -2m = -n എന്ന് എഴുതാം. or -2 × 1 = -n എന്ന് എഴുതാം. or n = 2 എന്ന് കിട്ടും. m = 1 n = 2 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇത് ഡയമെൻഷൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഗ്രാവിറ്റേഷനിൽ പ്രത്യേകം പഠിക്കുന്നതാണ്. ഗ്രാവിറ്റേഷൻ എനർജി നമുക്കറിയാം. എനർജി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml² T⁻² ആണ്. B4 ആണ്. B4 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ തന്നെയാണ്. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ആക്ച്വലി ആക്സിലറേഷൻ. അപ്പം D3 വരും. D3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോൾ m⁻1 വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ A2 ആണ്. A2. ഇനി സിയും കൂടെ നോക്കിയാൽ മതി. C1 D3. ഇവിടെ സിമിലർ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്. A2 B4 C1 D3, A2 B4 C1 D3. അത് നോക്കിക്കോണം കേട്ടോ. ഇവിടെ നമുക്ക് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ L² T⁻² ആണ്. അപ്പോൾ C1 ആണ്. അപ്പോൾ എനിക്ക് ആൻസർ കൊടുക്കാം ഓപ്ഷൻ 2 അല്ലെങ്കിൽ ഓപ്ഷൻ 4. രണ്ടും സിമിലർ ഓപ്ഷൻസ് ആണ്. A2 B4 C1 D3. Which two of the following physical parameters have the same dimensions എന്നാണ്. ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് എനർജി ഡെൻസിറ്റി നമുക്ക് നോക്കാം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. എനർജി എന്ന് പറഞ്ഞാൽ ml² T⁻², വോളിയം എന്ന് പറഞ്ഞാൽ L³ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ml⁻1 T⁻² കിട്ടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയലക്ട്രിക് കോൺസ്റ്റന്റും ഒരേ ഡയമെൻഷൻസ് ആണ്. അതായത് ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ബിയും സിയും വരുന്ന ഓപ്ഷനും ഇല്ല. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ യങ്സ് മോഡുലസ് നോക്കാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ml T⁻² ബൈ L² എന്ന് വരും. or ml⁻1 T⁻². അപ്പോൾ ഇവിടുന്ന് എനിക്ക് മനസ്സിലായി എനർജി ഡെൻസിറ്റിക്കും യങ്സ് മോഡുലസിനും ഒരേ ഡയമെൻഷൻ ആണ്. സോ A and D ഈസ് ദ റൈറ്റ് ആൻസർ. A and D എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഇവിടെ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ, സ്പെസിഫിക് റെസിസ്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്ടൻസ് ഇത്രയാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്നവരെ കൊടുക്കാം. ആദ്യമേ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാവുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് ബൈ ചാർജ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ml² T⁻², ചാർജ് 80 ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ml² T⁻³ A⁻−1. ml² T⁻³ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ BR ആണ്. സോ BR വരുന്ന 2 ഓപ്ഷൻസ് ഞാൻ നോക്കി. ഇനി റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബൈ കറണ്ട് ആണ്. V/I ആണ്. V എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ഇൻറ്റു കറണ്ട് എന്ന് എഴുതാം. വർക്ക് എന്ന് പറഞ്ഞാൽ ml² T⁻², ചാർജ് 80 ×
കറണ്ട് 80 ആണ്, ചാർജ് 80 ആണ്, കറണ്ടിനെ എ എന്നും വിളിക്കാം. അപ്പോൾ എനിക്ക് എഴുതാം ml² T⁻³ A⁻² എന്ന് കിട്ടും. ml² T⁻³ A⁻² എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. AQ ആണ്. ml² AQ. അപ്പോൾ AQBR വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ദ ഡയമെൻഷൻസ് ഓഫ് ml² T⁻² A⁻² ബിലോങ് ടു എന്നാണ് ചോദ്യം. ഓരോരുത്തരെ വെച്ച് കണ്ടുപിടിച്ച് നോക്കാം, കാരണം അധികം കോമൺ ആയിട്ട് അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരുത്തരെ വെച്ച് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സോ മാഗ്നറ്റിക് പെർമിയബിലിറ്റി നമുക്ക് നോക്കാം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ μ0 Ni എന്ന് കൊടുക്കുക, ഓർ B = μ0 N/L × I എന്ന് കൊടുക്കുക. എനിക്ക് അവിടുന്ന് μ0 കണ്ടുപിടിക്കാൻ BL/Ni ആണ്. അതിന് മുമ്പ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അത് F = ബില്ല് വെച്ച് കണ്ടുപിടിക്കാം. B = F/IL ആണ്. FL എന്ന് പറഞ്ഞാൽ ml⁻², I എന്ന് പറഞ്ഞാൽ A ആണ്, ഇൻറ്റു L. വെട്ടിക്കളയുമ്പോൾ mT⁻² A⁻². ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mT⁻² A⁻². ലെങ്ത് L ആണ്, നമ്പറിന് ഡയമെൻഷൻ ഇല്ല, കറണ്ട് A ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ml⁻² A⁻². ഓപ്ഷൻ 1 തന്നെയാണ് കറക്റ്റ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. ലൈറ്റ് ഇയർ ആൻഡ് വേവ് ലെങ്ത് ബോത്ത് മെഷർ ഡിസ്റ്റൻസ്. ട്രൂ ആണ്. ലൈറ്റ് ഇയറും ഡിസ്റ്റൻസ് ക്വാണ്ടിറ്റി ആണ്, വേവ് ലെങ്ത് ഡിസ്റ്റൻസ് ക്വാണ്ടിറ്റി. ബോത്ത് ഹാവ് ഡയമെൻഷൻസ് ഓഫ് ടൈം. ഫോൾസ് ആണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ആൾക്ക് ടൈമിൻ്റെ ഡയമെൻഷൻ ആണോ ഉണ്ടാവുക? അല്ല. ഇഫ് അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. Particle starts from rest T = 0 and moves in a straight line with the acceleration as shown below. The velocity of the particle at T = 3 seconds എന്നാണ്. അപ്പം ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ശരിക്കും വെലോസിറ്റി തരിക, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി തരിക. അപ്പം ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 × 1 ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 1 ആണ്. അപ്പം പ്ലസ് -2 × 1 എന്ന് വരും. ഇവിടെ പിന്നെ ഏരിയ ഒന്നുമില്ല, അപ്പോൾ 0. സോ 4 - 2 എന്ന് വരും, ഓർ 2 m/s എന്ന് വരും. 2 m/s ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് ദ എക്സ് ആക്സിസ് അറ്റ് സർട്ടൻ ടൈം ഈസ് ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ മോഷൻ കറക്റ്റ്ലി എന്നാണ്. നമുക്ക് ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ പൊസിഷൻ തന്നതുകൊണ്ട് തന്നെ 0 - -2 വിച്ച് ഈസ് 2/1. ഇപ്പോൾ 2 m/s ആണ് ആദ്യത്തെ വെലോസിറ്റി. അടുത്തത് 6 - 0/2 - 1, അത് 6 m/s ആണ്. അടുത്തത് 16 - 6/3 - 2, അത് 10 m/s ആണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 4 റേറ്റിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സ്പീഡ് യൂണിഫോം റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ എന്നാണ്. യൂണിഫോം മോഷനിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. 2 trains each 50 meter long are traveling in opposite direction. The velocity 10 m/s and 15 m/s. Time of crossing ആണ്. ടൈം ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഒന്ന് ഇങ്ങോട്ട് 50ഉം ഒന്ന് ഇങ്ങോട്ട് 50ഉം, ടോട്ടൽ ഡിസ്റ്റൻസ് 100 ആണ്. വെലോസിറ്റി എന്ന് പറയുമ്പം 10ഉം 15ഉമാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 25 എന്ന് വരും റിലേറ്റീവ് വെലോസിറ്റി, അല്ലെങ്കിൽ 4 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. 4 സെക്കൻഡ് ഈസ് ഓപ്ഷൻ 2. Two bodies of different masses MA and MB are dropped from two heights HA and AB. The ratio of time taken by the two to cover a distance. Drop ചെയ്യുന്ന സമയത്ത് ടൈം ടേക്കൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. T = √2h/g ആണ്. ടൈം എന്ന് പറഞ്ഞാൽ √h പ്രപ്പോർഷനിലാണ്. അപ്പോൾ ടൈം 1 to ടൈം T എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹൈറ്റ് എയും രണ്ടാമത്തെ ഹൈറ്റ് ബിയുമാണ്. സോ √A=√B എന്ന് എഴുതാം. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. എ റിവർ ഈസ് ഫ്ലോയിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വിത്ത് എ സ്പീഡ് ഓഫ്, ഇങ്ങോട്ട് വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, വിത്ത് എ സ്പീഡ് ഓഫ് 5 m/min. A man can swim in still water with a velocity of 10 m/min. In which direction should the man swim so as to take the shortest possible path to go to the south എന്നാണ്. അപ്പം ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് എന്നാണ്. അപ്പോൾ ഇവിടുന്ന് ആൾ ഇങ്ങോട്ട് ചാടുകയാണ്. ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് ഇങ്ങോട്ടാണ്, സൗത്തിലേക്കാണ് ആൾ മൂവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാടുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഈ പാത്തിലേക്ക് പോവുക. ദാറ്റ് മീൻസ് ഈ ആംഗിൾ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 5 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും, 5 m/min ആയിരിക്കും. ഇത് തന്നിട്ടുണ്ട് 10 m/min ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ സൈൻ തീറ്റ എഴുതാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 5 ഹൈപ്പോട്ടന്യൂസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 1/2, ഓർ തീറ്റ 30 ഡിഗ്രിയാണ്. പക്ഷെ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങോട്ട് റിവറിൻ്റെ ഫ്ലോയിന് ഓപ്പോസിറ്റ് ആണ് അപ് സ്ട്രീം എന്ന് പറയും. സെയിം ഡയറക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ + 90 എന്ന് വരും, അല്ലെങ്കിൽ 120 വിത്ത് ഡൗൺ സ്ട്രീം ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുകയാണ്. അണ്ടർ ദ ആക്ഷൻ ഓഫ് എ സെൻട്രൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഡിസ്റ്റൻസ് ആർ, അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ബൈ ആർ, F ഈസ് ഈക്വൽ ടു K/R എന്ന് എഴുതാം.
സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇത് സെൻട്രൽ സർക്കുലർ ഓർബിറ്റ് ആയതുകൊണ്ട് ഫോഴ്സിനെ എനിക്ക് mv²/r എന്ന് വിളിക്കാം, ഈക്വൽ ടു k/r എന്ന് വിളിക്കാം. 6 വെട്ടിക്കളഞ്ഞാൽ v² ഈക്വൽ ടു k/m എന്നും ഓർ v is equal to √k/m എന്നും കിട്ടും, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് ആണ്. അതായത് വെലോസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് r എന്ന് വേണം വിളിക്കാൻ. സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് r ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. A ball is projected with the velocity of 10 meter per second and angle of 60 degree with the vertical direction ആണ്. സ്പീഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ട്രജക്ടറി എന്നാണ്. ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ട്രജക്ടറിയിലെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനാണ് തീറ്റ 60 ഡിഗ്രി തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 30 ഡിഗ്രിയാണ്. ഹയസ്റ്റ് പോയിന്റിൽ യു കോസ് തീറ്റയാണ്. അപ്പോൾ യു കോസ് 30 എന്ന് വേണം എഴുതാൻ. യു 10 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്, അല്ലെങ്കിൽ 5√3 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. 5√3 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ 4 ആണ്. ഫോർ എ പ്രൊജക്ടൈൽ ദി റേഷ്യോ ഓഫ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ടു ദ സ്ക്വയർ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് ചോദ്യം. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ മറക്കരുത്, u² sin² θ/2g ആണ്. ഇതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2u sin θ/g ആണ്. അപ്പോൾ നമുക്ക് h/t² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ u² sin² θ/2g. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 4u² sin² θ ഇൻറ്റു g² എന്ന് വരും. ഇവിടെ ഒരു ജിയും ഒരു ജിയും വെട്ടിക്കളയാം. u² sin² θ വെട്ടിക്കളയാം. g/8 എന്ന് വരും, അല്ലെങ്കിൽ 10/8 എന്ന് വരും, ഓർ 5:4 എന്ന് എഴുതാം. 5:4 ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ചോദ്യം, 4 bodies PQ, R and S are projected with equal velocities having angle of projection 15, 30, 45 and 60. The body having shortest range എന്നാണ് ചോദ്യം. ഏറ്റവും മാക്സിമം റേഞ്ച് വരുന്നത് 45 ആണ്. അതിൽ നിന്ന് ഏറ്റവും കുറവുള്ള, അതിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ള ആംഗിൾ, ഏറ്റവും വ്യത്യാസമുള്ള ആംഗിളാണ് ഷോർട്ടസ്റ്റ് റേഞ്ച് വരിക. 45 നിന്ന് ഏറ്റവും ദൂരെയുള്ള ആംഗിൾ അത് 15 ഡിഗ്രിയാണ്. അവിടെയാണ് ഷോർട്ടസ്റ്റ് റേഞ്ച് വരിക. സോ പി 15 ഡിഗ്രി എറിഞ്ഞതിനാണ് ഷോർട്ടസ്റ്റ് റേഞ്ച് വരിക. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവും അതേപോലെ ന്യൂട്ടൺസ് തേർഡ് ലോയിൻ്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് കറക്റ്റ് ആൻസർ. ന്യൂട്ടൺ സെക്കൻഡ് ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ആണ്, മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത 3 blocks of mass 4, 2 and 1 respectively are in contact on a frictionless table as shown in the figure. Force of 14 Newton is applied on the 4 kilogram block. The contact force between 4 kilogram and 2 kilogram block will be എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എനിക്ക് കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. കോമൺ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 14 മാത്രമേ ഉള്ളൂ. 4, 2, 6, 1, 7. 7 ആണ് മാസ്. 14/7 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇനിയുള്ളത് ഫോഴ്സ് ഓഫ് 14 Newton സപ്ലൈ ചെയ്യുന്ന 4 കിലോഗ്രാം ബ്ലോക്ക്. അപ്പം 4 കിലോഗ്രാം ബ്ലോക്കിനെ നമുക്ക് നോക്കാം. 4 കിലോഗ്രാം ബ്ലോക്കിൽ ഈ 2 കിലോഗ്രാം ഇങ്ങോട്ടൊരു കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. 14 Newton ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് എഴുതാം 14 - F ഈസ് ഈക്വൽ ടു 4 കിലോഗ്രാം ബ്ലോക്ക് അല്ലേ, അപ്പോൾ 4 ഇൻറ്റു ആക്സിലറേഷൻ 2 ആണ്. 14 - F ഈസ് ഈക്വൽ ടു 8 ഓർ F ഈസ് ഈക്വൽ ടു 6 Newton എന്ന് എഴുതാം. 6 Newton എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 2 bodies of mass 3 kg and 4 kg are suspended at the ends of a massless string passing over a frictionless pulley. The acceleration of the system. Acceleration എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ്. അപ്പോൾ 4g - 3g ബൈ ടോട്ടൽ മാസ് എന്ന് വരും. 9.8/7 എന്ന് വരും. 9.8/7 ഏകദേശം 1.4-അടുത്താണ് വാല്യൂ കിട്ടുക. അടുത്തത് ആക്സിലറേഷൻ സിസ്റ്റം ഷോൺ ഇൻ ദ ഫിഗർ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m2gയുടെ പുള്ളിങ് മാത്രമേ ഉള്ളൂ. ശരിക്കും നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാൻ വേണ്ടി അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സായ m2g മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷന് വേണ്ടി ക്യാൻസൽ ആയി പോകും, അത് സർഫസിൽ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ആകെയുള്ളത് m2g ആണ്. സോ m2g ബൈ ടോട്ടൽ മാസായ m1 + m2 എന്ന് വേണം വിളിക്കാൻ. m2g ബൈ m1 + m2 is the right answer. An apple gives 21 kilojoule energy to a boy of mass of 40 kilogram. How much height he can climb by using this energy? His efficiency is 28%. 21 കിലോജൂൾ എന്ന് പറഞ്ഞാൽ 21 × 1000 ജൂളാണ്. അതിൻ്റെ 28% മാത്രമേ ആ ബോയ്ക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അയാൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ 28% കൊടുക്കണം. അപ്പോൾ ഇവിടെ 0 ഇതും വെട്ടിക്കളഞ്ഞാൽ 28 × 21 എന്ന് വരും, വിച്ച് ഈസ് 588 × 10. അപ്പോൾ ഇത്രയും ജൂൾ ഓഫ് എനർജി ഉപയോഗിച്ചാണ് അയാൾ ക്ലൈംബ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ u/mg എടുത്താൽ മതി. 5880 ഡിവൈഡഡ് ബൈ മാസ് 40 ആണ്, g 10 ആണ്. വെട്ടിക്കളഞ്ഞാൽ 588 എന്ന് പറയുമ്പോൾ 147
14.7 മീറ്റർ എന്ന് വരും. ഏകദേശം 15 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 15 മീറ്റർ ആണ്. അത്ര എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ക്ലൈംബ് ചെയ്യാൻ സാധിക്കുക. അടുത്ത ചോദ്യം, 4 smooth steel balls of equal mass at rest are free to move along a straight line without friction. The first ball is given a velocity of 0.4 meter per second. It collides head on with the second elastically. അപ്പം ഒരു ബോൾ മറ്റേ ആളൊരു നമ്മൾ പറഞ്ഞു രണ്ട് ഐഡന്റിക്കൽ ബോൾസ്, ഒരെണ്ണം റെസ്റ്റിലും ഒരെണ്ണം മൂവിങ്ങും ആണെങ്കിൽ ഇയാളെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇയാൾ മൂവ് ചെയ്യും, ഇയാൾ റെസ്റ്റിലാകും. അടുത്ത ആൾ മൂവ് ചെയ്യും, അടുത്ത ആൾ റെസ്റ്റിലാവും. അടുത്ത ആൾ മൂവ് ചെയ്യും, അടുത്ത ആൾ റെസ്റ്റിലാവും. അങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫൈനൽ ആളുടെ വെലോസിറ്റി ഉറപ്പായിട്ടും 0.4 meter per second ആയിരിക്കും എന്നർത്ഥം. During an elastic collision between two bodies, which of the following quantities remain conserved? Momentum ആണ് എപ്പോഴും കൺസേർവ്ഡ് ആവുക. സോ ടോട്ടൽ ലീനിയർ മൊമെന്റം ആണ് അവിടെ കൺസേർവ്ഡ് ആവുക എന്ന് നമുക്ക് പറയാം. The potential energy of a body is given by U is equal to A minus B x square എന്നാണ്. The magnitude of force acting on the particle എന്നാണ് ചോദ്യം. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കണം നമുക്കറിയാം മൈനസ് DU by DX ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഏത് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇവിടെ -2bx എന്ന് വരും. ഒരു F പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് പറയാം. F ഈസ് പ്രപ്പോർഷണൽ ടു എക്സ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് V of x ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x. ഇതിന് ഇക്വിലിബ്രിയം പൊസിഷൻ ഈ സെറ്റ് എന്നാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് സീറോയോട് ഇക്വേറ്റ് ചെയ്യുക. അതിനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുക. സോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം -dv/dx ആണ്. -2x -3 = 0. or 2x equal to 3 എന്ന് കിട്ടും. or x is equal to 3/2 or 1.5 meter എന്ന് എഴുതാം. x equal to 1.5. ഓപ്ഷൻ 1 is the right answer. ഇവിടെ നോക്കേ, എ ടോർക്ക് ഓഫ് 50 Newton meter ആക്ടിങ് ഓൺ എ വീൽ അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 റൊട്ടേറ്റ് ത്രൂ ആംഗിൾ തന്നിട്ടുണ്ട് 200 റേഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ തീറ്റ തന്നിട്ട് ആൽഫ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തീറ്റ s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ആൽഫ t സ്ക്വയർ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ 2 θ/t സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2 × 200/25 എന്ന് എഴുതാം. 25ൽ 100 4 തവണ. 4 2 8 8 2 16 എന്ന് കിട്ടും. 16 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ 3 is the right answer. When a ceiling fan is switched on, it makes 10 revolutions in the first 3 seconds എന്നാണ്. 10 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ ആണെന്ന് പറയാമോ? 10 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷന് 2π ആണ്, അല്ലെങ്കിൽ 20π റേഡിയൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 3 സെക്കൻഡ്സ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് വിചാരിക്കുക. ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ നമുക്ക് തീറ്റ 200 തീറ്റ ഇവിടെ തന്നിട്ടുണ്ട് 20π ആണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഇക്വേഷൻ എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു ω0 പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ ആണ്. ut പ്ലസ് ഹാഫ് ടി സ്ക്വയർ ആണ്. അല്ലെങ്കിൽ 20π ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആൽഫ ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9 എന്ന് വരും. ഓർ 40π/9 ആണ് ആൽഫയുടെ വാല്യൂ. ഇനി നെക്സ്റ്റ് 3 സെക്കൻഡും കൂടെ ആകുമ്പം ആദ്യത്തെ 6 സെക്കൻഡ് ആവും. മൊത്തം 6 സെക്കൻഡിൽ ഈ റിലേഷൻ ഇട്ട് കൊടുക്കാം, കാരണം ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് റെവല്യൂഷൻ, ആ സമയത്ത് തീറ്റ ആണ് കണ്ടുപിടിക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ ആണ്. ഇതും ഇനിഷ്യലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിന് 0 കൊടുക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ 40π/9 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് കൂടെ കൂട്ടി ടോട്ടൽ എടുക്കുന്നത് 6 സെക്കൻഡ് ആണ്. 6 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 36 വരും. 9ൽ 36 4 തവണ, 4 2 തവണ, 4 2 8 80π എന്ന് കിട്ടും തീറ്റ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 3 സെക്കൻഡ് വരെയുള്ള തീറ്റ എന്ന് പറയുന്നത് 20π ആണ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടം വരെയുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ അടുത്ത 3 സെക്കൻഡും കൂടെ കൂട്ടിയുള്ള ടോട്ടൽ തീറ്റ എന്ന് പറയുന്നത് 80π ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം 60π ആണ്. അപ്പോൾ 60π ആണ് അവിടുത്തെ തീറ്റയുടെ വാല്യൂ. അതിനെ റെവല്യൂഷനിലേക്ക് മാറ്റാൻ വേണ്ടി 2π കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പം 30 revolutions എന്ന് കിട്ടും. 30 revolutions ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 is the right answer. F be the force acting on a particle having position vector r and tau be the torque of this force, then the about the origin then. നമുക്കറിയാം ടോർക്ക് എപ്പോഴും എഫിനും അതേപോലെ തന്നെ ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം ടോ ഈസ് ഈക്വൽ ടു r ക്രോസ് എഫ് ആണ്. അപ്പം ഇവിടെ ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. r ക്രോസ് ടോ എടുത്താലും അതേപോലെ തന്നെ f ഡോട്ട് ടോ ഒക്കെ എടുത്താലും ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഉത്തരം എപ്പോഴും എത്രയായിരിക്കും? ഉത്തരം 0 ആയിരിക്കും. When a man stands on a turning table stretching with 2 equal loads in hand and rotates, then he folds his arm. Which of the following statement is correct?
ഇവിടെ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ആണ്. അപ്പോൾ എനിക്കിവിടെ ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഫോൾഡ് ചെയ്യുന്നതനുസരിച്ച് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറയും. അപ്പോൾ ഒമേഗ, ദാറ്റ് ഈസ് ഒമേഗ കൂടും. ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, അതനുസരിച്ച് കൈനറ്റിക് എനർജിയും കൂടും. ദാറ്റ് മീൻസ് 2ഉം 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയ, അത് ട്രൂ ആണ്. ഇത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഓപ്ഷൻ 2 ഓൺലിയാണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗുലർ മൊമെൻറ്റം കൺസർവേഷന് പ്ലാനറ്റിൻ്റെ കേസിൽ റേഡിയൽ ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് വെലോസിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മാക്സിമം എയിലാണ്. എ ഈസ് ദ റൈറ്റ് ആൻസർ. അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് √g m/r ആണ്. എവിടെ GM കണ്ടാലും അതിന് GR² എന്ന് ഇട്ട് കൊടുക്കാം. R എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് ഫ്രം ദ സെൻറ്റർ, അപ്പോൾ R+h. അപ്പോൾ √GR²/r+h എന്ന് വരും. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് സെക്ഷൻ B ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ആക്സലറേഷൻ ടു ഗ്രാവിറ്റി മാച്ച് ചെയ്യാൻ നമുക്കറിയാം gm/r² മാച്ച് ചെയ്യാം. എസ്കേപ്പ് സ്പീഡ് √2gr ആണ്. സോ A3B1 എന്ന് പറയുന്ന ഓപ്ഷൻ വരുമ്പോൾ തന്നെ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിൽ നിങ്ങൾ ഓപ്ഷണൽ ചോദ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. ഇവിടെ കപ്പാസിറ്റൻസും മാഗ്നറ്റിക് ഫീൽഡും അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇട്ടതാണ്. ഇവിടെ നമുക്ക് x = 3yz² എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഓഫ് y എന്നാണ്. അപ്പോൾ x/z² ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ x എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ആണ്, z എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ x കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് x-ന് വാല്യൂ നമുക്ക് കൊടുക്കാം. x എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C = Q/V ആണ്. അപ്പോൾ Q/V കൊടുക്കാം. Q/V എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ആണ്. അപ്പോൾ ചാർജ് മുകളിലേക്ക് പോകും. ചാർജ് മുകളിലേക്ക് പോകുമ്പോൾ Q²/W എന്ന് വരും, അല്ലെങ്കിൽ A²T²/mL²T⁻² എന്ന് കിട്ടും. m⁻⁻1 L⁻⁻2 T⁻⁴A² എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെയുള്ളത് Z ആണ്. ഡയമെൻഷൻ ഓഫ് Z മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ F = വിൽ ആണ്, ഓർ B = F/IL ആണ്. mL T⁻²/I എന്ന് പറഞ്ഞാൽ I തന്നെ കൊടുക്കാം ഇൻറ്റു L. I അല്ല, A എന്ന് കൊടുക്കാം. A × L വെട്ടിക്കളഞ്ഞാൽ m⁻²⁻2 A⁻⁻1 ആണ്. ബിയുടെ സ്ക്വയർ ആണ് വേണ്ട. അപ്പോൾ m² T⁻⁴ A⁻⁻2 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം m⁻⁻1 L⁻⁻2 T⁻⁴A² ബൈ m² T⁻⁴ A⁻⁻2 m⁻³ L⁻⁻2 T⁻8 A⁻⁴ എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സ്ഫിയർ ഓഫ് മാസ് m ഒരു അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നതാണെങ്കിൽ പാരലാക്സിസ് സ്ഥിരം വരെ പാരലാക്സിസ് കൂടെ പോകുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ I = I സെൻറ്റർ ഓഫ് മാസ്, ഇതാണ് റേഡിയസ് എങ്കിൽ പ്ലസ് mr² എന്ന് കൊടുക്കാം. = 2/5 mr² പ്ലസ് mr² ആണ് ഇവിടുത്തെ പാരലാക്സിസ് കൂടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, അല്ലെങ്കിൽ 7/5 mr² എന്ന് എഴുതാം. അതാണ് ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അതിനെനിക്ക് mk² എന്ന് കൊടുക്കാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ടേംസിൽ = 7/5 mr² എന്ന് കൊടുക്കാം. k = √7/5 × r എന്ന് കൊടുക്കാം. √7/5 × r. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യൂണിഫോം സ്പീഡ് എന്നാണ്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, അവിടെ വർക്ക് ഡൺ എത്രയായിരിക്കും. യൂണിഫോം സ്പീഡ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ വർക്ക് ഡൺ 0 ആയിരിക്കും. വർക്ക് ഡൺ 0 ആണെങ്കിൽ ഉറപ്പായിട്ടും പവറും നെറ്റ് പവർ എത്രയായിരിക്കും, പവറും 0 തന്നെയായിരിക്കും. സോ പവർ വിൽ ബി 0. യൂണിഫോം സ്പീഡ്, നെറ്റ് ഫോഴ്സ് 0, വർക്ക് ഡൺ 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0, വർക്ക് ഡൺ 0 ആണ്, പവർ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഫോഴ്സ് 0 ആണെങ്കിൽ തന്നെ F.V എന്ന് പറഞ്ഞാൽ അവിടെ അത് 0 ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്കറിയാം ഇവിടെ ഫോഴ്സ് F = -du/dx ആണ്. അപ്പം മൈനസ് ഓഫ് 0 തൊട്ട് A വരെ ഒരു പോസിറ്റീവ് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം -k എന്ന് വരും. നമ്മുടെ ഗ്രാഫിൽ -k വരുന്ന രീതിയിൽ ഒരു ഗ്രാഫ് വരയ്ക്കുക. പിന്നെ ഇത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സ്ലോപ്പ് 0 ആണ്, പിന്നെ ഒന്നുമില്ല. അങ്ങനെ വരുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഇമ്പൾസ് തന്നെയാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. അത് തന്നെയാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ½ ഇൻറ്റു ബേസ് 2 ആണ്, ഹൈറ്റ് 6 ആണ്, പ്ലസ് ഇവിടെ 2 ദൂരം ഇൻറ്റു -3 പ്ലസ് ഇവിടെ 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 6 - 6 + 12 എന്ന് കിട്ടും.
12 ന്യൂട്ടൺ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻ ദ ഗിവൺ ഫിഗർ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദ മാക്സിമം ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങോട്ട് ടെൻഷനാണ്, ഇങ്ങോട്ടും വരച്ചു. ഇത് 30 ഡിഗ്രി ആയിരിക്കും ഓൾട്ടർനേറ്റ് ആംഗിൾ. സോ ദിസ് വിൽ ബി ടി കോസ് 30 ആൻഡ് ദിസ് വിൽ ബി ടി സൈൻ 30. ടി സൈൻ 30 ആണ് വെയ്റ്റിനെ ബാലൻസ് ചെയ്യുക. ഓർ ടി ബൈ 2 ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അപ്പം ടെൻഷൻ കണ്ടുപിടിച്ച രണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് ഡബ്ല്യു കിട്ടും. ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള വഴി ഇവിടെ ടി കോസ് 30 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അത് 12 ന്യൂട്ടൺ എക്സീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ 12 ഇക്വേറ്റ് ചെയ്യാം. സോ ടി ഇൻറ്റു √3/2 ഈസ് ഈക്വൽ ടു 12 ഓർ ടി ഈസ് ഈക്വൽ ടു 24/√3 എന്ന് എഴുതാം. സോ എനിക്കിവിടെ കിട്ടും ടെൻഷൻ കിട്ടി 24/2 ഇൻറ്റു √3 എന്ന് കിട്ടും എനിക്ക് വെയ്റ്റിൻ്റെ വാല്യൂ. 24/√3, ഇപ്പം 12/√3 എന്ന് കിട്ടും. 12/√3 എന്ന് പറയുമ്പോൾ ഏകദേശം 6.92 അടുത്ത ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ലിഫ്റ്റ് അസെൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. ലിഫ്റ്റ് ഡിസെൻഡിങ് ആണെങ്കിൽ ഡിക്രീസ് ആണ്. സോ ഇൻക്രീസ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഒന്ന് ഹയസ്റ്റ് പോയിന്റിലേക്ക് V1 ആയിട്ട് എറിയുന്നു, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് എറിയുന്നു. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ V1 എറിയുമ്പോൾ ഉള്ള ഹയസ്റ്റ് പോയിന്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ u² sin² θ/2g ആണ്. സ്ട്രെയിറ്റ് ലൈനിലാണ് എറിയുന്നതെങ്കിൽ അവിടെ u² /2g ആണ് അവിടുത്തെ മാക്സിമം ഹൈറ്റ്. അപ്പോൾ h ഈസ് ഈക്വൽ ടു ഒന്നാമത്തത് V1² sin² 30/2g. അടുത്ത h എന്ന് പറഞ്ഞാൽ V2² /2g ആണ്. V1² sin² 30/2g ഈക്വൽ ടു V2² എന്ന് എഴുതാം. 2g എന്ന് എഴുതാം. 2gയും 2gയും വെട്ടിക്കളഞ്ഞ് V1² V2² എന്ന് പറയുന്നത് 1/sin² 30 എന്ന് എഴുതാം. അല്ലെങ്കിൽ V1 ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു എത്ര V1 എന്നല്ലേ ചോദ്യം. അപ്പം V2 ഈസ് ഈക്വൽ ടു V1 sin 30 എന്ന് എഴുതാം. രണ്ട് സൈഡ് റൂട്ട് എടുത്താൽ മതി. ഒരു V2 ഈസ് ഈക്വൽ ടു 1/2 V1 എന്ന് കിട്ടും. V2 ഈസ് ഈക്വൽ ടു ഹാഫ് V1 ആണ് റൈറ്റ് ആൻസർ. 2 trains A and B each of length 400 meter are moving in 2 parallel tracks in the same direction, the same speed ആണ്. അപ്പോൾ ഇവിടെ ബി എനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ബിക്ക് ഒരു റിലേറ്റീവ് ആക്സലറേഷൻ ഉണ്ടാകും എയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. സോ റിലേറ്റീവ് ആക്സലറേഷൻ ഓഫ് എ ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ബി മൈനസ് ആക്സലറേഷൻ ഓഫ് എ 1 - 0 1 m/s റിലേറ്റീവ് ആക്സലറേഷൻ. അപ്പോൾ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എത്ര ഓവർടേക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനിഷ്യൽ ആയിട്ട് ആക്സലറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹാഫ് ആക്സിലറേഷൻ ഇൻറ്റു t² എന്ന് കൊടുക്കാം. സോ SBA ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AB എന്ന് പറഞ്ഞ 1 ആണ്. T എന്ന് പറഞ്ഞാൽ 50 × 50 എന്ന് കൊടുക്കാം. 25 × 5 125 1250 മീറ്റർ എന്ന് കിട്ടും. 1250 ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. Stone is thrown with an initial speed of 4.9 m/s from bridge in vertically upward direction. It falls down in water after 2 seconds. The height of the bridge നമുക്കറിയാം S is equal to ut plus half at² ആണ്. S എന്ന് പറഞ്ഞാൽ എന്താണ് h ആണ് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത്. u എന്ന് പറഞ്ഞാൽ 4.9 m/s മുകളിലേക്ക് എറിഞ്ഞു, പക്ഷേ മോഷൻ ഡൗൺവേർഡ് ആണ്. അപ്പം -4.9 എന്ന് കൊടുക്കാം. ഇൻറ്റു t എന്ന് പറയുന്നത് 2 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 2² ഇൻറ്റു 4 എന്ന് വരും. വെട്ടിക്കളഞ്ഞ 2 4 ഇത് -9.8 പ്ലസ് 2 ഇൻറ്റു 9.8 എന്ന് വരും. ഓർ പ്ലസ് 9.8 എന്ന് വരും. 9.8 മീറ്റർ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എക്സ് ആക്സിസ്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു t - 2 പ്ലസ് ആൽഫ ഇൻറ്റു t - t² ആണ്. ആൽഫ അല്ല എ ആണത്. ആൽഫ എന്നാണ് ആൽഫ. അപ്പം ഇനിഷ്യൽ വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ 4 t - 2 ഡെറിവേറ്റീവ് 1 ആണ് പ്ലസ് 2 ആൽഫ ഇൻറ്റു t - 2 എന്ന് വരും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്തായാലും 4 അല്ല. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 2 ആൽഫ ഇൻറ്റു 1 which is equal to 2 ആൽഫ. ആക്സിലറേഷൻ 2 ആൽഫയാണ്. അപ്പോൾ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ട്രെയിൻ ട്രാവലിംഗ് അറ്റ് 72 km/h ഈസ് ടു ബി ബ്രൗട്ട് ടു റെസ്റ്റ് ഇൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. S ഈസ് ഈക്വൽ ടു u² /2a ആണ്. A ഈസ് ഈക്വൽ ടു u² /2s എന്ന് വരും. അവിടെ u എന്ന് പറഞ്ഞാൽ 72 × 5/18 ആണ്. അപ്പോൾ 20 m/s എന്ന് വരും. 20 × 20/2 × 200 എന്ന് വരും. വെട്ടിക്കളയുമ്പം 1 m/s² എന്ന ആൻസർ കിട്ടും. 1 m/s² ഓപ്ഷൻ 4 ആണ് ദ റൈറ്റ് ആൻസർ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രമാണ്. സ്റ്റെറേഡിയൻ്റെ സോളിഡ് ആംഗിളിൻ്റെ ഇക്വേഷൻ ആണ് ചോദ്യം. DOM ഈസ് ഈക്വൽ ടു DA/r² ആണ്. DA/r² സ്റ്റെറേഡിയൻ ആണ് കറക്റ്റ് ആൻസർ. ഡയമെൻഷൻ ഫോർമുല ഫോർ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു NKBT ആണ്.
KB ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ PV/NT എന്ന് വിളിക്കാം. PV എന്ന് പറഞ്ഞാൽ എനർജിയാണ്. mL²T⁻². എന്നിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. ബൈ തീറ്റ എന്ന് കൊടുക്കാം ടെമ്പറേച്ചർ. അപ്പോൾ എനിക്ക് എഴുതാം mL²T⁻², θ⁻⁻1 എന്ന് എഴുതാം. mL²T⁻², θ⁻⁻1 ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ.